വെൽക്കം ബാക്ക് ടു Onevestor. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ ആ എപ്പിസോഡിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയൊരു മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് ഇതല്ല എന്ന്. അതായത് ഓൾ ടൈം ഹൈയിൽ നിന്നുള്ള പെർസെൻറ്റേജ് ഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റ് ക്രാഷിൽ നിഫ്റ്റിയും സെൻസെക്സും ഏകദേശം 40% ആണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 2000-ലും 2008-ലൊക്കെ നിഫ്റ്റിയും സെൻസെക്സും 50 to 60% ആണ് ഓൾ ടൈം ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തത്. സോ ആ മാർക്കറ്റ് ക്രാഷോട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് അത്രയും വരില്ല എന്നാണ് സത്യം. പക്ഷേ നിഫ്റ്റിയുടെ സെൻസെക്സിന്റെ പെർസെൻറ്റേജ് ഡ്രോപ്പ് അല്ല, പോയിന്റ്സിന്റെ ഡ്രോപ്പ് ആണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ 2020 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. കാരണം ഈ തവണ നിഫ്റ്റി 4750 പോയിന്റ്സ് ആണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻസെക്സ് ആണെങ്കിൽ 15000 പോയിന്റ്സുമാണ് അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് ആണെന്ന്. അതായത് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഔട്ട്കം എന്താവുന്നോ ഇതിൽ നിന്ന് എപ്പോഴാണ് റീകവർ ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. ലാസ്റ്റ് ടൈം ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നത് 2008-ലും അതിന് മുമ്പ് 2000-ലും മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2014-ൽ മോദി ഇലക്ഷൻ ജയിച്ച പിന്നെ ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാല്യൂഷൻ ഇത്രയും താഴുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന്റെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 10 കാര്യങ്ങൾ അഥവാ കൺസിഡർ ചെയ്യേണ്ട 10 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്. ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കുറച്ച് കമ്പനീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും ബ്ലൈൻഡായിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതുമല്ല, നമ്മളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു 8-10 സ്റ്റോക്സിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ആ സ്റ്റോക്സ് എന്ന് പറയുന്നത് അത് 3-4 സെക്ടേഴ്സിലും ഉള്ളതായിരിക്കണം. അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ഒരേ ഇൻഡസ്ട്രിയിലോ സെക്ടറിലോ ആവരുത്. അത് ഏത് സെക്ടറിലുള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായം തേടുക. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നോർമലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, നിങ്ങളപ്പം 10 സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഓരോ സ്റ്റോക്കിലും 1 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ സ്റ്റോക്കിലും നിങ്ങൾ 10% ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ സ്റ്റോക്സിൽ 5 എണ്ണം ലാഭത്തിലും 5 എണ്ണം നഷ്ടത്തിലുമാണെന്ന് വെച്ചു. അപ്പോൾ നോർമലി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ലാഭത്തിലുള്ള സ്റ്റോക്സ് വിറ്റിട്ട് നഷ്ടത്തിലുള്ള സ്റ്റോക്സ് കൂടുതൽ വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറിജിനലി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്കിലും 10% ആയിരുന്നു. അതിൽ ലാഭത്തിലുള്ള വിറ്റിട്ട് നഷ്ടത്തിലുള്ളത് കൂടുതൽ വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പുതിയ അലോക്കേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്കിലും മേ ബി 20%-ഓ അതിൽ കൂടുതലോ ആയിരിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടത്തിലുള്ള സ്റ്റോക്കിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട്സ് പിന്നെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് നല്ല രീതിയിൽ തന്നെ അത് എഫക്റ്റ് ചെയ്യും. കാരണം നഷ്ടത്തിലുള്ള 1-2 സ്റ്റോക്ക് മതി നിങ്ങളുടെ ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് നെഗറ്റീവിലാക്കാനായിട്ട്. ഇനി നിങ്ങൾ ഒറിജിനലി ഇൻവെസ്റ്റ് ചെയ്ത 10 സ്റ്റോക്സിൽ ലാഭത്തിലുള്ള സ്റ്റോക്സ് വിൽക്കാതിരിക്കുകയായിരുന്നെങ്കിൽ മേ ബി നിങ്ങളുടെ ഓവറോൾ റിട്ടേൺസ് എന്ന് പറയുന്നത് പോസിറ്റീവിലാകാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോർട്ട്ഫോളിയോക്കകത്ത് 2-3 നല്ല സ്റ്റോക്സ് മതി ഓവറോൾ റിട്ടേൺസ് പോസിറ്റീവിലാക്കാനായിട്ട്. സോ ആ ലാഭത്തിലുള്ള സ്റ്റോക്സ് വിട്ടിട്ട് നഷ്ടത്തിലുള്ള സ്റ്റോക്സ് വീണ്ടും വാങ്ങിക്കുമ്പോഴത്തേക്ക് ആ നഷ്ടത്തിലുള്ള 1-2 സ്റ്റോക്സ് മതി നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോയെ നെഗറ്റീവിലോട്ട് കൊണ്ടുപോകാനായിട്ട്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ CAGR എത്ര എന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്തിരിക്കണം. CAGR എന്ന് പറഞ്ഞാൽ ആനുവലൈസ്ഡ് റിട്ടേൺ ആണ്. അതായത് അത് ട്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ നല്ലൊരു റിട്ടേൺസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് അത് 11 ലക്ഷം രൂപയായിട്ട് വിഡ്രോ ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങളുടെ ആക്ച്വലി റിട്ടേൺസ് എന്ന് പറയുന്നത് 5% താഴെ മാത്രമേ ഉള്ളൂ. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും കുറച്ച് റിട്ടേൺസ് മാത്രമേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. സോ ആ CAGR ട്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ലാഭത്തിലുള്ള സ്റ്റോക്സും കാണും, അതുപോലെ നഷ്ടത്തിലുള്ള സ്റ്റോക്സും കാണും. സോ അപ്പോൾ നിങ്ങൾ ആ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ റിട്ടേൺസിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. അതുതന്നെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജറും ചെയ്യുന്നത്. അവരവരുടെ ഫണ്ടിൻ്റെ ഓവറോൾ റിട്ടേൺസ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇൻഡിവിജ്വലി അവരുടെ ഓരോ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് അങ്ങനെ ട്രാക്ക് ചെയ്യത്തില്ല. അവർ ഇൻഡിവിജ്വലി ഒരു സ്റ്റോക്ക് ഇപ്പോൾ നഷ്ടത്തിനാണെങ്കിൽ അവർ മേ ബി അത് എക്സിറ്റ് ചെയ്തിട്ട് വേറൊരെണ്ണം വാങ്ങിക്കത്തേ ഉള്ളൂ. അതുപോലെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വോളറ്റൈൽ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് ചേഞ്ച് ചെയ്യാതിരിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ അല്ലെങ്കിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാനോ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതേപോലൊരു മാർക്കറ്റ് ക്രാഷ് ആണ്. പക്ഷേ അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ.
ഇനി ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ലംസം എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറ്റ ട്രാൻസാക്ഷൻ ചെയ്യാതെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നിഫ്റ്റിയുടെ വാല്യൂ നോക്കുന്നു 8300 ലെവലാണ്. സോ ഇന്ന് നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിഫ്റ്റിയുടെ വാല്യൂ അടുത്ത 500 പോയിൻറ്റ്സ് താഴുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്ത 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം നിഫ്റ്റി നിങ്ങൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തതിനേക്കാളും 500 പോയിൻറ്റ്സ് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്ത 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. ആ 5 ലക്ഷം രൂപ ഫുള്ളി ഇൻവെസ്റ്റഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ ഞാൻ നിങ്ങളുടെ SIP എമൗണ്ട് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ടോ ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളിപ്പം 1000 രൂപയുടെ ഒരു SIP ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ 12,000 റുപ്പീസ് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു 1,20,000 രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ SIP എമൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും ആ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10% മാത്രമേ വരുന്നുള്ളൂ. ഇനി നിങ്ങളൊരു 2,40,000 രൂപയാണ് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SIP എമൗണ്ട് എന്ന് പറയുന്നത് ആ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 5% മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇതാണ്. ഒരാളൊരു 1000 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്യുന്നതും നിങ്ങളൊരു 2,40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നതും ഏകദേശം സെയിം ആയിരിക്കും ലോങ് ടേമിൽ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ 3ാമത്തെ എപ്പിസോഡ് കണ്ടാൽ മതി. ആ എപ്പിസോഡ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് റെക്കമെൻഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവറേജ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നിങ്ങളിപ്പം സ്റ്റോക്സിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവറേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു 5 സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ 5 എണ്ണം താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ആവറേജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് മാത്രം നിങ്ങൾക്ക് ആവറേജ് ചെയ്താൽ മതി, മാർക്കറ്റ് ഇനി താഴോട്ടാണ് പോകുന്നതെങ്കിൽ. അതുമാത്രമല്ല, നിങ്ങൾ ഡയറക്റ്റ് വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്സിൻ്റെ ക്വാളിറ്റി നല്ലതല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന ടൈം ശരിയല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് മേ ബി 0 ആയിരിക്കും ലോങ് ടേമിലും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് വിപ്രോയും ഹിന്ദുസ്ഥാൻ യൂണിലിവറും. ഈ 2 സ്റ്റോക്സും നിങ്ങൾക്കറിയാം ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആണ്, സീറോ ഡെപ്റ്റ് കമ്പനീസുമാണ്. പക്ഷേ വിപ്രോ എന്ന് പറയുന്നത് 2000 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷം ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് അങ്ങോട്ട് എടുത്തു ആ ലെവലിലേക്ക് തിരിച്ചു വരാനായിട്ട്. അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണെങ്കിലും 2000 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷം 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ആ ലെവലിലോട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് സ്റ്റോക്ക് ആണെങ്കിലും ശരി, അതിപ്പം ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ജങ്ക് സ്റ്റോക്ക് ആണെങ്കിലും ശരി, നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന ടൈം ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറോൾ റിട്ടേൺസ് എന്ന് പറയുന്നത് മേ ബി 0 ആയിരിക്കും ഈവൻ ലോങ് ടേമിലും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലോ അല്ലെങ്കിൽ ഒരു സെക്ടറിലെ ലീഡറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്താണ്. കാരണം ഇങ്ങനൊരു ക്രാഷ് വരുമ്പോൾ മാത്രമേ ഒരു സെക്ടറിലെ ലീഡിംഗ് കമ്പനി ഏതാണോ ആ കമ്പനിയുടെ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് HDFC ബാങ്ക് ആണ്. HDFC ബാങ്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, മാർക്കറ്റിൽ എത്ര കർഷം വന്നാലും ഈ സ്റ്റോക്ക് അധികം താഴത്തില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഓരോ ദിവസവും 5-10% ആണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ക്രാഷ് സംഭവിക്കുമ്പോഴത്തേക്ക് ആദ്യം താഴുന്നതെല്ലാം ലോ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കും, അവസാനമായിരിക്കും ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് താഴുന്നത്. അതുപോലെ മാർക്കറ്റ് റീകവർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കും ആദ്യം ബൗൺസ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ HDFC ബാങ്കും കൊട്ടാക് ബാങ്കും ഇൻഫോസിസും TCSും ലാർസൺ ആൻഡ് ടൂബ്രോ ഒക്കെ ഇപ്പം 5-10% വെച്ച് ഓരോ ദിവസം താന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനൊരു ക്രൈസിസ് ഇല്ലായിരുന്നെങ്കിൽ ആരും തന്നെ ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യത്തില്ല. അതുപോലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് പറയുന്ന കുറേ കമ്പനീസിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതേപോലെ ക്വാളിറ്റി സ്റ്റോക്സിലും അതുപോലെ സെക്ടർ ലീഡേഴ്സിലുമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇപ്പം സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും ഒക്കെ 10 ഇയർ ലോയിലായിരിക്കും ഇപ്പം ട്രേഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ആ സ്റ്റോക്സിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഈ സമയത്ത് ആ സെക്ടറിലെ ലീഡർ ആരാണോ അതിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓഫ്കോഴ്സ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പം 7 രൂപയുള്ളൂ, അതിപ്പം തിരിച്ച് 25 പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 3 ഇരട്ടിയായി. പക്ഷേ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പം ഈ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ HDFC ബാങ്കിൻ്റെയും കൊട്ടാക് ബാങ്കിൻ്റെയും SBIയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും റിട്ടേൺസ് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിലപ്പം നിങ്ങൾക്ക് 10 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും SBIയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും റിട്ടേൺ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ HDFC ബാങ്കിൻ്റെയോ കൊട്ടാക് ബാങ്കിൻ്റെയോ റിട്ടേൺസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ 5 ഇയർ നോക്കിയാലും 10 ഇയർ നോക്കിയാലും 15 ഇയർ നോക്കിയാലും എബോവ് ആവറേജ് റിട്ടേൺസ് ആണ് അത് ഡെലിവർ ചെയ്തിട്ടുള്ളത്. അത് ഈ സ്റ്റോക്സ് എല്ലാം ക്രാഷ് ചെയ്തിട്ടുള്ള റിട്ടേൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു നോർമൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതായിരിക്കും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പാനിക്കും ക്രൈസിസൊക്കെ മാറുമ്പോഴത്തേക്ക് ആദ്യം ബൗൺസ് ചെയ്യുന്നത് ഈ ഹൈ ക്വാളിറ്റി കമ്പനീസ് ആയിരിക്കും. ഈ ഹൈ ക്വാളിറ്റി കമ്പനീസ് എന്ന് പറയുന്നത് സെൻസെക്സിലും നിഫ്റ്റിയിലുള്ള കമ്പനീസ് ആയിരിക്കും. സോ ആ ഇൻഡെക്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബൗൺസ് ചെയ്യുമ്പം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺസ് ഡെലിവർ ചെയ്യാൻ തുടങ്ങും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ലോ ക്വാളിറ്റി സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് അടിച്ച് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നതും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ്. പക്ഷേ നിങ്ങളിപ്പം ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് ഇപ്പം 90% ഡൗൺ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ആവറേജ് പെർഫോമർ ആണെങ്കിൽ അത് എക്സിറ്റ് ചെയ്തിട്ട് സെക്ടർ ലീഡറിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും.
കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ഇതേപോലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ക്രൈസിസിൻ്റെ സമയത്തോ മാത്രമേ ഈ 50% 60% ഒക്കെ താഴോട്ട് പോകത്തുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക് എന്ന് പറയുന്നത് 12 വർഷത്തിന് ശേഷമാണ് ഇതേപോലൊരു നല്ലൊരു അട്രാക്റ്റീവ് വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ സേവിങ്സിൻ്റെ 100% ഇക്വിറ്റിയിൽ അലോക്കേറ്റ് ചെയ്യരുത്. അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ റിസ്ക് പ്രൊഫൈലും ഏജും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റിയുടെയും ഡെറ്റ് ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഗോൾഡിൻ്റെയും ക്യാഷിൻ്റെയും ഒരു മിക്സ് ആയിരിക്കണം. അത് എത്ര വേണമെന്നുള്ളത് ഓരോരുത്തരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ഏജ് എത്രയാണോ അത്രയും പെർസെൻറ്റേജ് നമ്മൾ ഇക്വിറ്റിയിൽ ഇടല്ലെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത് 35 ആണ്. സോ ഒരു ഐഡിയൽ അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് 35% ഡെറ്റ് ഫണ്ട്സിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലും ബാക്കി 65% ഇക്വിറ്റിയിലുമാണ്. അത് എല്ലാവരും ഈ ഒരു റൂൾ ഫോളോ ചെയ്യണമെന്നില്ല, കാരണം എല്ലാവരുടെയും റിസ്ക് പ്രൊഫൈൽസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഞാൻ പേഴ്സണലി 65% അല്ല, അതിൽ കൂടുതൽ എക്സ്പോഷർ എടുത്തിട്ടുണ്ട് ഇക്വിറ്റിയിൽ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് അസറ്റ് അലോക്കേഷൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും, കാരണം ഓരോരുത്തരുടെയും റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആ പേര് കേൾക്കുന്ന പോലെ വലിയ കോംപ്ലക്സ് കാര്യമൊന്നുമല്ല. അതെല്ലാവർക്കും സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ അവരവരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച്. ഫോർ ഇൻസ്റ്റൻസ് നിങ്ങളിപ്പോൾ ഒരു ഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% 5% ഒറ്റ സ്റ്റോക്കിൽ കളയില്ല എന്നുള്ളതായിരിക്കും നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% അല്ലെങ്കിൽ 3% നിങ്ങൾ ഒരു സ്റ്റോക്കിൽ കളയില്ല എന്നുള്ളത്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പം 1 ലക്ഷം രൂപയും നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് 3% ആണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് 3000 രൂപ ലോസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ട്രേഡേഴ്സിന് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനും വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ അതിനൊരു ടൈം ഫ്രെയിം കൊടുക്കുകയാണ്. ഇത്ര നാൾക്കുള്ളിൽ ആ സ്റ്റോക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ അത് എക്സിറ്റ് ചെയ്യുമെന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിലെ ലോ ക്വാളിറ്റി സ്റ്റോക്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അനിൽ അംബാനി ഒരു 10 തവണയെങ്കിലും പറഞ്ഞു കാണും റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഡെറ്റ് ഫ്രീ ആവും എന്നുള്ളത്. സോ നിങ്ങളിപ്പം അത് കേട്ടിട്ടാണ് ആ സ്റ്റോക്ക് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ ടൈം ലൈനിൽ അത് നടക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക. നടന്നില്ലെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു എൻട്രി പ്ലാനും വേണം, എക്സിറ്റ് പ്ലാനും വേണം, റീ എൻട്രി പ്ലാനും വേണം. അത് ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് താഴോട്ട് പോകുമ്പോഴും മേലോട്ട് പോകുമ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് വേണം ബൈയിങ്ങും സെല്ലിങ്ങും നടത്താനായിട്ട്. ഒരു സ്റ്റോപ്പ് ലോസ് മുകളിലോട്ടും താഴോട്ടും വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ബെയർ മാർക്കറ്റിലും നമുക്ക് പവർഫുൾ റാലീസ് കിട്ടും, അതുപോലെ ഒരു ബുൾ മാർക്കറ്റിലും നമുക്ക് നല്ല കറക്ഷൻസും വരും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് നോക്കിയാൽ മതി. സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൊരു ബുൾ മാർക്കറ്റ് കാണും, അത് കഴിഞ്ഞൊരു ക്രാഷ് കാണും, അത് കഴിഞ്ഞൊരു ബെയർ ഫേസ് കാണും, അത് കഴിഞ്ഞ് സൈഡ് വേസ് മൂവ്മെൻറ്റ് കാണും, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ബുൾ മാർക്കറ്റിൻ്റെ ഒരു തുടക്കവും കാണും. ഞാൻ റീ എൻറ്റർ സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന ആ ഡിസ്ബിലീഫിൽ നമ്മൾ ട്രാപ്പായി പോകാതിരിക്കാനായിട്ടാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനായിട്ട്. നോർമലി നിങ്ങളോട് എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനീസ് വാങ്ങിക്കണമെന്നായിരിക്കാം. പക്ഷേ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനീസ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് നഷ്ടം വന്നേക്കാം. ഫോർ എക്സാമ്പിൾ ല്യൂപ്പിൻ, സൺഫാർമ, ടാറ്റ മോട്ടോഴ്സ്, ONGC, ITC, ഫെഡറൽ ബാങ്ക് ഒക്കെ ഇതൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനീസാണ്. പക്ഷേ കഴിഞ്ഞ 5-8 വർഷം നോക്കുകയാണെങ്കിൽ ഈ കമ്പനീസ് ഒന്നും റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുമില്ല. സോ നിങ്ങൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനീസിൻ്റെ ടെക്നിക്കൽ ചാർട്ടും കൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക് സ്റ്റോക്സിനെയും വീക്ക് സെക്ടേഴ്സിനെയും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബിഗിനർ ആണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇനി സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ ഹയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ റീസൺ എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നെറ്റ്വർക്കിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറോ പറയുന്ന ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റ്സ് സെല് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പം അത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലായിട്ട് മാച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ സഹായം നിങ്ങൾ തേടുകയാണെങ്കിൽ അവർ നിങ്ങളുടെ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഒരു പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പകരം അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾസും മനസ്സിലാക്കിയിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ until the next episode.